ഹായ് എവ്രി വൺ, വെൽക്കം ടു തമിഴ് കേരളം. ഇന്നൊരു കുഞ്ഞു വീഡിയോ ആണ്, അതായത് ക്ലീനിങ് മോട്ടിവേഷൻ വീഡിയോ ആയിട്ടും ഇത് എടുക്കാം. അപ്പം ഉച്ചയ്ക്ക് ലഞ്ചിന് ശേഷം ഉള്ളതാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പം പാചകമൊക്കെ കഴിഞ്ഞു. അപ്പോൾ ലഞ്ച് കഴിച്ചിട്ടില്ല. അപ്പോൾ കിച്ചണൊക്കെ ഒന്ന് ക്ലീൻ ആക്കിയതിന് ശേഷം കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ കിച്ചൺ ക്ലീൻ ആക്കാം. ചെറിയ പൊടികളൊക്കെ ഉണ്ട്, നമ്മൾ പാചകം ചെയ്തതിൻ്റെ ചെറിയ പൊടികളൊക്കെ അവിടെ ഉണ്ട്. നമ്മൾ ക്ലീൻ ആക്കി കഴിഞ്ഞാൽ പിന്നെ സ്വസ്ഥമായിട്ടിരിക്കാം. നമ്മളിത് ഇട്ട് വെച്ചിട്ട് വൈകുന്നേരമോ അല്ല രാത്രിയോ കഴുകാമെന്ന് ഇട്ട് വെച്ചാൽ അത് പിന്നും കൂടി കൂടുതൽ പാത്രങ്ങളുണ്ടാവും. പിന്നെ ക്ലീൻ ചെയ്യാൻ ഒരുപാട് ഇതുണ്ടാവും. അപ്പോൾ ഇതുപോലത്തെ സ്റ്റവൊക്കെ നമ്മൾ ഉടനെ ക്ലീൻ ചെയ്തില്ലെങ്കിൽ പിന്നെ പാടാവും. സ്റ്റവിൻ്റെ പുറത്തുള്ള സ്റ്റാൻഡൊക്കെ എടുത്ത് മാറ്റിയിട്ട് ചെറുതായിട്ട് സ്പ്രേ വാട്ടർ ചെയ്തു. അതിൽ വിനീഗറും വിം ജെല്ലുമാണ് ഞാൻ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ളത്. പിന്നെ അതിട്ട് ലൈറ്റായിട്ട് അങ്ങനെ സ്പ്രേ ചെയ്തിട്ട് നമുക്ക് തുടച്ചെടുക്കാം. എന്നും ഈ സ്പ്രേ യൂസ് ചെയ്യാറില്ല, ചെറുതായിട്ട് വെള്ളം തെളിച്ചാണ് തുടയ്ക്കാറ്. ചിലപ്പോൾ ഓയിലിൻ്റെ കണ്ടൻറ്റ് കൂടുതലുണ്ടാവുമെങ്കിൽ, എണ്ണപ്പശ അടുപ്പിൽ കൂടുതലുണ്ടാവുകയാണെങ്കിൽ ഈ സ്പ്രേ അടിച്ചിട്ട് തുടയ്ക്കാറുണ്ട്. സ്റ്റൗ മൊത്തം തേച്ചതിന് ശേഷം ഞാനൊരു ക്ലോത്തിൽ വെള്ളത്തിൽ നനച്ചിട്ട് നല്ലോണം തുടച്ചെടുത്തിട്ട് ബർണറിൻ്റെ മുകളിലുള്ള പ്ലേറ്റും വെച്ചിട്ടുണ്ട്. ഇനി സ്റ്റാൻഡ് മാത്രം വെക്കണം. സ്റ്റാൻഡ് അവസാനം ഇത് നല്ല ഉണങ്ങിയതിന് ശേഷം അവസാനം തുടച്ചിട്ട് നമുക്ക് വയ്ക്കാം. ഇപ്പം ഞാൻ ചുറ്റുമുള്ള ഭാഗങ്ങളൊക്കെ തുടച്ചു കൊടുക്കുകയാണ്. അപ്പം പുറത്ത് നല്ല മഴയുണ്ട്, മഴ പെയ്തുകൊണ്ടിരിക്കുവാണ്. അപ്പോൾ ഇന്ന് ചിലപ്പം വൈകുന്നേരവും നല്ല മഴയൊക്കെ കാണും, കാരണം കറുത്ത് കിടക്കുവാണ്. അപ്പോൾ ഇനി പാത്രങ്ങൾ കഴുകാനുണ്ട്. 2 സിങ്കും നിറച്ച് പാത്രങ്ങളാണ്. അപ്പോൾ ഇപ്പം കഴുകിയില്ലെങ്കിൽ രാത്രി കഴുകേണ്ടി വരും. അപ്പം രാത്രിയും ഇനി നമുക്ക് ഡിന്നറൊക്കെ ഉണ്ടാവും, അതിൻ്റെ പാത്രങ്ങളൊക്കെ കൂടുമ്പം കുറച്ചുകൂടി കൂടുതലാവും. അപ്പോൾ എല്ലാം കൂടി ചേരുമ്പം ചെറിയ മടിയുണ്ടാകും. ചിലപ്പോഴൊക്കെ എനിക്ക് രാത്രി കഴുകാൻ ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല, കാലത്ത് കഴുകാമെന്ന് വെച്ച് അങ്ങനെ ഇട്ട് വയ്ക്കും. പിന്നെ കാലത്തെ ആകുമ്പം ആദ്യം പാത്രമൊക്കെ കഴുകി എടുത്താലേ പിന്നെ നമുക്ക് എന്തെങ്കിലും ചെയ്യാനുള്ള ഇൻട്രസ്റ്റ് ഉണ്ടാവും. അതുകൊണ്ട് കാലത്ത് ആദ്യം പാത്രങ്ങളൊക്കെ കഴുകിയതിന് ശേഷമാണ് കുക്ക് ചെയ്യാറ്. നമ്മൾ കുക്ക് ചെയ്ത ഉടനുള്ള പാത്രങ്ങൾ അപ്പോഴപ്പോഴായിട്ട് നമ്മൾ കഴുകിയെടുത്താൽ ഇങ്ങനെ സിങ്കിൽ ഒരുപാട് പാത്രങ്ങൾ ചേരത്തില്ല. ഒരുപാട് പാത്രങ്ങളായാൽ പിന്നെ മടി പിടിക്കും, തീർച്ചയായിട്ടും മടി പിടിക്കും. പിന്നെയും പാത്രം വന്നുകൊണ്ടിരിക്കും. കിച്ചണിൽ കൂടുതലായുള്ള ജോലി എന്ന് വെച്ചാൽ ഈ പാത്രം കഴുകലാണ്. കൂടുതൽ മടി പിടിക്കുന്ന ജോലി ഈ പാത്രം കഴുകലാണ് എന്നെ സംബന്ധിച്ച്. അപ്പം ഞാൻ അപ്പോഴപ്പോഴായിട്ടുള്ള പാത്രങ്ങൾ അങ്ങനെ കഴുകിയെടുക്കാറുണ്ട്. സിങ്ക് ക്ലീൻ ആയി കഴിഞ്ഞാൽ പിന്നെ കിച്ചൺ മൊത്തം ക്ലീൻ ആയതുപോലെ ഒരു ലുക്ക് തോന്നും. സിങ്കും അടുപ്പുമാണ് പ്രധാനം. ഇത് രണ്ടും ക്ലീൻ ആയി കഴിഞ്ഞാൽ നമുക്ക് കിച്ചൺ ഒരുവിധം ക്ലീൻ ആയിട്ട് കാണാം. ഇപ്പം പാത്രങ്ങളെല്ലാം ഞാൻ കഴുകിയെടുത്തു. ഇനി സിങ്ക് തേക്കാറുണ്ട്. ഞാൻ സിങ്ക് എന്നും തേക്കാറില്ല, 2 ദിവസത്തേക്ക് ഒരിക്കലാണ് തേച്ചെടുക്കാറുണ്ട്. കാരണം അത്രയ്ക്ക് അഴുക്ക് പിടിക്കില്ല. ഒരുപാട് പാത്രങ്ങൾ കൂടി കിടന്നാലേ അഴുക്ക് പിടിക്കത്തുള്ളൂ. അപ്പം ഞാൻ അപ്പോഴപ്പോഴായിട്ട് കഴുകിയെടുക്കുന്നതുകൊണ്ട് 2 ദിവസത്തിനൊരിക്കൽ സിങ്ക് കഴുകാറുണ്ട്. വിം ജെൽ മാത്രമാണ് ഞാൻ യൂസ് ചെയ്യുന്നത്, സ്പോഞ്ചിലാണ് തേക്കുന്നത്. അപ്പോൾ മറ്റേ സ്റ്റീലിൻ്റെ സ്ക്രബ്ബർ ഞാൻ യൂസ് ചെയ്യാറില്ല സിങ്കിന്, കാരണം അതിനത് സ്ക്രാച്ചൊക്കെ ഉണ്ടാവും. അതുകൊണ്ട് സിങ്ക് കഴുകുമ്പം ഞാൻ സ്റ്റീലിൻ്റെ സ്ക്രബ്ബർ യൂസ് ചെയ്യാറില്ല, സ്പോഞ്ച് മാത്രം കൊണ്ട് തേച്ചെടുക്കുകയാണ്. അപ്പോൾ 2 ദിവസത്തേക്ക് ഒരിക്കൽ തേച്ചാൽ മതി. മാസത്തിലൊരിക്കൽ ചെറുതായിട്ട് നാരങ്ങ പിഴിഞ്ഞിട്ട് തേക്കാറുണ്ട്, അല്ലെങ്കിൽ സോഡ ഉപ്പ് അതും ഇട്ട് തേക്കാറുണ്ട്. അത് എപ്പോഴല്ല, മാസത്തിലൊരിക്കലെങ്കിലും അല്ലെങ്കിൽ 2 മാസത്തിലൊരിക്കൽ അങ്ങനെയൊക്കെയാണ് അത് ഇട്ട് കഴുകാറുണ്ട്. പിന്നെ സിങ്കൊക്കെ നീറ്റായിട്ട് ഇപ്പോൾ കഴുകിയിട്ടുണ്ട്. സിങ്ക് കഴുകി തീർന്നാൽ നമുക്ക് കിച്ചണിൽ പകുതി ജോലി തീർന്നത് പോലെയാണ്. സിങ്ക് നീറ്റായിട്ടിരിക്കുമ്പം പിന്നീടും നമുക്കതിൽ പാത്രങ്ങൾ കൊണ്ട് ഇടാൻ ഇഷ്ടം ഉണ്ടാവില്ല. അപ്പോഴപ്പോഴായിട്ട് കഴുകിയെടുക്കാൻ തോന്നും. അതാണ് സിങ്ക് എപ്പം നീറ്റായിരിക്കണം എന്ന് പറയുന്നത്. അതുപോലെ സിങ്കിൽ നമ്മൾ പാത്രങ്ങളൊക്കെ ഇടുമ്പം എച്ചിലൊക്കെ മാറ്റിയിട്ട് ഇടുന്നതാണ് നല്ലത്. ഈ എച്ചിലൊക്കെ ഒരു ബോക്സിൽ, ഒരു മൂടി അടപ്പുള്ള ഒരു ബോക്സിൽ നമ്മൾ കളക്ട് ചെയ്ത് വെച്ചിട്ട് പ്ലേറ്റോ മറ്റു പാത്രങ്ങളോ സിങ്കിലിടുന്നതാണ് നല്ലത്. എച്ചിൽ കൂടുതലാവുമ്പം ഒരു ബാഡ് സ്മെല്ലുണ്ടാവും. അപ്പോൾ നമുക്ക് കഴുകാനൊക്കെ വലിയ പാടായിരിക്കും. ഇപ്പം മഴ ചെറുതായിട്ട് കുറഞ്ഞിട്ടുണ്ട്, എന്നാലും ചെറുതായിട്ട് മഴ പെയ്തുകൊണ്ടിരിക്കുവാണ്. അപ്പോൾ ഞാൻ സിങ്ക് ക്ലീൻ ചെയ്തു, കിച്ചൻ്റെ അടുപ്പൊക്കെ ക്ലീൻ ചെയ്ത് അതിൻ്റെ പുറത്തുള്ള സ്റ്റാൻഡൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പം കിച്ചൺ ഇപ്പം മൊത്തം ക്ലീനാണ്. ഇനി കിച്ചൻ്റെ പണി കഴിഞ്ഞു. അപ്പോൾ കിച്ചണിൽ ഞാൻ 2 മണി പ്ലാന്റ് വെച്ചിട്ടുണ്ട്. അപ്പം മണി പ്ലാന്റ് ആഴ്ചയിലൊരിക്കൽ ഇങ്ങനെ കഴുകി കൊടുക്കാറുണ്ട്. ചിലപ്പം ചെറിയ പൊടി ഉണ്ടാവും, അതിൻ്റെ ഇലകളിലൊക്കെ ചെറിയ പൊടി ഉണ്ടാവും. അപ്പം കാണാൻ ഒരു ഫ്രഷ് ലുക്ക് ഉണ്ടാവില്ല. അപ്പോൾ കിച്ചണിലൊക്കെ ഇതുപോലെ മണി പ്ലാന്റ് വയ്ക്കുമ്പോൾ നല്ലൊരു പോസിറ്റീവ് വൈബ് കിട്ടും. എനിക്ക് മണി പ്ലാന്റ് വലിയ ഇഷ്ടമാണ്. ഞാൻ വീട്ടിലെല്ലാ സ്ഥലത്തിലും മണി പ്ലാന്റ് വെച്ചിട്ടുണ്ട്, വീടിൻ്റെ പുറത്തും വെച്ചിട്ടുണ്ട്. ഇപ്പോൾ വേർട്ടിക്കൽ മണി പ്ലാന്റ് കുറിച്ച് ഞാൻ കഴിഞ്ഞ 2-3 വീഡിയോയുടെ മുമ്പത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം പെട്ടെന്ന് വേർട്ടിക്കൽ മണി പ്ലാന്റിനെ കുറിച്ച് ഒരു വീഡിയോ ഇടുന്നതാണ്.
അപ്പം ഇത് മണി പ്ലാന്റൊക്കെ കഴുകി ആ സ്ഥലത്തിൽ വെച്ചിട്ടുണ്ട്. ചെറുതായിട്ട് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. അപ്പം ഞാൻ എന്നും മണി പ്ലാന്റിന് വെള്ളം ഒഴിക്കാറില്ല. 2 അല്ലെങ്കിൽ 3 ദിവസത്തിന് ഒരിക്കലാണ് വെള്ളം ഒഴിച്ച് കൊടുക്കാറ്. ഇപ്പം മഴ മൊത്തം സ്റ്റോപ്പായി, മഴ തീർന്നു. ലഞ്ചൊക്കെ കഴിച്ച് തീർന്നു. അപ്പം ടേബിൾ ഒന്ന് നനച്ച് കൊടുക്കുവാണ്. അപ്പം ഡൈനിങ് ടേബിൾ നല്ലോണം തുടച്ച് കൊടുക്കാൻ വേണ്ടി ഒരു ചെറിയ ടവൽ ഞാൻ വെള്ളത്തിൽ കുതിർത്ത് തുടയ്ക്കുവാണ്. അപ്പോൾ ഈ ടേബിൾ പഴയ ടേബിളാണ്, ഒരുപാട് വർഷങ്ങളായതാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ പുതിയ ടേബിളൊന്നും വാങ്ങിച്ചില്ല. കാരണം ഇത് പണ്ട് മുതലേ ഈ ടേബിൾ ഇരിക്കുവാണ്. എൻ്റെ കല്യാണത്തിന് മുമ്പേ ഈ ടേബിളുണ്ട്. അപ്പം ഈ ടേബിൾ നല്ലോണം ഇരിക്കുവാണ്. അപ്പോൾ അതിന് ഇനി പുതിയതായിട്ടൊന്നും വാങ്ങണ്ടല്ലോ എന്ന് വെച്ചാണ് ഈ പഴയ ടേബിൾ തന്നെ ഞങ്ങൾ യൂസ് ചെയ്യുവാണ്. ഇപ്പോൾ ടേബിളൊക്കെ വൃത്തിയായി തുടച്ച് കഴിഞ്ഞു. ഇനി വൈകുന്നേരമായി, ചായയൊക്കെ കുടിച്ചു. അപ്പം ഇനി വരാണ്ട ക്ലീൻ ചെയ്യണം. വീട്ടിൻ്റെ അകത്തൊക്കെ തൂത്തെടുക്കണം. അപ്പം വരാണ്ട ആദ്യം തൂത്തെടുക്കാമല്ലോ എന്ന് വെച്ച് തൂക്കുവാണ്. അപ്പം ഞങ്ങളുടെ വീട് റോഡിൻ്റെ വളരെ ക്ലോസ് ആയിട്ടുള്ള വീടാണ്. അപ്പോൾ റോഡിലുള്ള പൊടിയൊക്കെ എപ്പോഴും നോക്കിയാലും പൊടി ഉണ്ടാവും. അപ്പോൾ 2 പ്രാവശ്യം തൂത്തില്ലെങ്കിൽ അത് ക്ലീനായിട്ട് കാണില്ല. അപ്പോൾ ഞാൻ ആദ്യം വരാണ്ട ക്ലീൻ ചെയ്യുവാണ്. കാണുമ്പോൾ തന്നെ അറിയാം നല്ല പൊടിയുണ്ട്. പടിയൊക്കെ തൂത്തതിന് ശേഷം പിന്നെ കാർ പോർച്ചൊക്കെ തൂക്കാനുണ്ട്. ഇനി വീട്ടിൻ്റെ അകത്തും തൂക്കണം, അത്രയേ ഉള്ളൂ. ഈ തൂത്ത് ഒതുക്കിയതിന് ശേഷം ക്ലീനിങ് പണി കഴിയും. ക്ലീനിങ് പണി കഴിഞ്ഞാൽ മനസ്സിനൊരു സമാധാനമാണ്. മെയിൻ പണി അതാണല്ലോ. കുക്കിങ്ങിനെക്കാട്ടിലും ക്ലീനിങ് ആണ് കൂടുതൽ പണി, കൂടുതൽ മടി പിടിക്കുന്ന പണിയും അതാണ്. അപ്പം അത് ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ മനസ്സിനൊരു സമാധാനമുണ്ട്. അപ്പം ഞാൻ ക്ലീൻ ചെയ്യുമ്പോഴൊക്കെ TV ഇട്ട് അതിൽ പാട്ട് എന്തെങ്കിലും ഇട്ടുകൊണ്ടോ അല്ല ന്യൂസ് എന്തെങ്കിലും കണ്ടുകൊണ്ട് തൂക്കുന്നതാണ് എൻ്റെ ഒരു സ്വഭാവം. അപ്പോൾ ഹാളാണ് ഞാനിപ്പം തൂത്തുകൊണ്ടിരിക്കുന്നത്, TVയും കണ്ടുകൊണ്ടാണ്. അപ്പോൾ വീട് തൂത്ത് കഴിഞ്ഞാൽ എല്ലാ പണിയും തീരും. അപ്പോൾ ഈ വീഡിയോ വളരെ ഇൻട്രസ്റ്റ് ഉണ്ടാവുമെന്ന് കരുതുന്നു. ഇതുപോലെ മറ്റൊരു ഇൻട്രസ്റ്റിംഗ് ആയ വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം.